ഹലോ എവ്രിവൺ. സിറംസിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പൊ ഇപ്പോഴും പലർക്കും ഈ സിറംസ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ സിറംസ് ആണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. കാരണം വെരി റീസെന്റ് പോലും എനിക്ക് ക്ലിനിക്കിൽ വന്നൊരു പേഷ്യന്റ് ശരിക്കും അവർക്ക് ഇൻഡിക്കേറ്റഡ് അല്ലാത്ത ഒരു സിറം മറ്റാരോ പറഞ്ഞു അവർക്ക് റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു കാരണവശാലും നിങ്ങൾ സിറംസ് അങ്ങനെ ഉപയോഗിക്കില്ലേ. കാരണം ഓരോ സിറംസിനും അതിൻ്റെതായ ഇൻഡിക്കേഷൻസ് ഉണ്ട്. എല്ലാ സിറംസും എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ട് മാത്രമേ നിങ്ങൾ സിറംസിനെ ഉപയോഗിക്കാവൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മള് വൈറ്റമിൻ സി സിറം ആണെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ് പിന്നെ ജനറലി കൂടി ഒരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാം. അതൊരു ഡേ ടൈമിൽ സൺസ്ക്രീനിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വൈറ്റമിൻ സി സിറം വെച്ച് ഡാമ്പ് ചെയ്ത് യൂസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഈവൻ നൈറ്റ് കൂടി അത് യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പം റെറ്റിനോള് അല്ലെങ്കിൽ ഹൈലോണിക് ആസിഡ് സിറം, നിയാസിനമൈഡ് ഇതൊക്കെ ഇൻഡിക്കേറ്റഡ് കണ്ടീഷൻസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നിങ്ങളുടെ സ്കിന്നിന് അത് വേണോ എന്ന് നോക്കിയിട്ട് മാത്രം അത് ഉപയോഗിക്കാം. ഇപ്പൊ ഹൈലോണിക് ആസിഡ് സിറം ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡ്രൈ സ്കിൻസിന് മാത്രമാണ് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്. അത് കുറെ കൂടി ഹൈഡ്രേറ്റിംഗ് ആണ്. അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. അതേപോലെ റെറ്റിനോൾ ബേസ് സിറം ആണെങ്കിൽ ആന്റി ഏജിങ് ആണ്. സാധാരണ അത് 35+ അല്ലെങ്കിൽ 33+ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അതിന്റെ ഒരു യൂസ് വരുന്നുള്ളൂ. ഇതൊരു ആന്റി ഏജിങ് ആണ്. 0.2% ഐഡിയലി ഉപയോഗിക്കാം. അത് നൈറ്റ് ആയിട്ട് മാത്രം യൂസ് ചെയ്യുക. പിന്നെ നിയാസിനമൈഡ് ആണെങ്കിൽ മെയിൻലി ആക്നെ സ്കാർ അല്ലെങ്കിൽ ആക്നെ പ്രിവെന്റ് ചെയ്യാൻ ബ്ലമിഷസ് ഒക്കെ ഉള്ളവർക്ക് മാത്രമാണ് നിയാസിനമൈഡിന്റെ ആവശ്യം വരിക. അപ്പം ഈ സിറംസ് ശരിക്കും എന്തിനാണെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് അത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കാവൂ.